അതിനകത്ത് ഒരുപാട് ഗണിതപരമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഈ ഫലം എഴുതുന്നത്. ഇപ്പം വാർഷിക ഫലം എഴുതുന്ന രീതിയിലല്ല മാസഫലം എഴുതുന്നത്. മാസഫലം എഴുതുന്ന രീതിയിലല്ല നമ്മൾ വാരഫലം എഴുതുന്നത്. വാർഷിക ഫലം എഴുതുമ്പോൾ നമുക്ക് ജനറലായിട്ട് നമുക്കൊരു നക്ഷത്രത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഒരു വാർഷിക ഫലം എഴുതുന്നത്. മാസഫലം എഴുതുമ്പോൾ ആ സ്ഫുടം എന്ന് പറഞ്ഞാൽ ഗ്രഹം നിൽക്കുന്ന പൊസിഷനെയാണ് സ്ഫുടം എന്ന് പറയുന്നത്. അതിനെ 9 കൊണ്ട് ഗുണിച്ചിട്ട് ആ പ്രോഡക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസഫലം എഴുതുന്നത്. 81 കൊണ്ട് ഗുണിച്ചിട്ടുള്ള കുറച്ചുകൂടെ സൂക്ഷ്മമാക്കിയിട്ടാണ് വാരഫലം എഴുതുന്നത്. കാരണം വാരഫലമൊക്കെ വരുമ്പോൾ പലപ്പോഴും ഒരു ഗ്രഹം, ചന്ദ്രനൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവുള്ളൂ, ബാക്കി ഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ അതേ വാരഫലം തന്നെ ഈ ആഴ്ച എഴുതാൻ പറ്റില്ല. വാരഫലത്തിൽ വ്യത്യാസം വരുമ്പോൾ ഒന്നുകൂടെ സൂക്ഷ്മമാക്കും. ഈ നമ്മൾ പിന്നെ മൊബൈലിൽ നമ്മളിങ്ങനെ വലുതാക്കി സൂം ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ പോലെ അതിനെ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്യും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു, 9 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ ഒരു ഫലം വെച്ച് മാസത്തിൽ എഴുതും. വാരഫലമാകുമ്പോൾ അത് 81 കൊണ്ട് എടുത്തിട്ട് നമ്മളൊരു ഫലം ഉണ്ടാക്കും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ അത്തരം ഫലങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. അതതിൻ്റെ ഒരു ഫലഭാഗമാണ്, ഒരു ഗണിത ഭാഗമല്ല, ഫലഭാഗമാണ്. അപ്പോൾ അത് ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വാരഫലത്തിൽ എഴുതാൻ പറ്റുന്നത്. കാരണം ഇത്രയും നാളുകളുടെ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ ചിലപ്പം പേഴ്സൺ ടു പേഴ്സൺ ഇത് ചെയ്യാം.